നമസ്കാരം, ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 11 കാരണങ്ങൾ എന്തുകൊണ്ടിട്ടാണ് ചില ദാമ്പത്യങ്ങൾ നശിക്കുന്നത് എന്നുള്ളതാണ്. ഡോക്ടർ ജോൺ ഗോട്ട്മാൻ എന്നുള്ളൊരു തെറപ്പിസ്റ്റിൻ്റെയും അതോടൊപ്പം തന്നെ പല സൈക്യാട്രിസ്റ്റുകളെയും റിസർച്ച് ആർട്ടിക്കിൾസിൻ്റെയും ബേസ്ഡ് ഓൺ ആയിട്ടുള്ള ചില ഇൻഫർമേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ദാമ്പത്യം ഒരു മനോഹരമായ ഒരു യാത്രയായിരിക്കാം, എന്നാൽ അതിൻ്റെ ഒരു വിജയത്തിന് ഭീഷണിയാവുന്ന നിരവധി ഒരു ചാലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ അതിലൂടെ എല്ലാ മനുഷ്യരും പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ ജോൺ ഗോട്ട്മാനെ പോലെയുള്ള കപ്പിൾ തെറപ്പിസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടിട്ടാണ് റിലേഷൻഷിപ്പ് നശിക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഡോക്ടർ ജോൺ ഗോട്ട്മാൻ emphasized that effective communication is the cornerstone of a successful marriage എന്നാണ്. വിതൗട്ട് എ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സും ഉണ്ടാവാം. അത് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ബ്രേക്ക് ഡൗൺ ഇൻ ദ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു റിലേഷൻ. അതില്ലാതെ തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പൊരുത്തക്കേടുകളും റിലേഷൻഷിപ്പിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ പലപ്പോഴും ഇതൊരു ബന്ധത്തിൻ്റെ ഒരു തകർച്ചയിലേക്ക് പോയതിനു ശേഷം മാത്രമാണ് നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താറ്. ഇന്ന കാര്യം എന്നോട് പറഞ്ഞില്ലായിരുന്നു, അന്ന് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പല കൗൺസിലിങ്ങിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും കപ്പിൾസ് തുറന്നു പറയുന്നത് നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അതായത് ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിലൂടെ അവർക്ക് അവരുടെ പാർട്ട്ണറോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരവസ്ഥ, അതിനുള്ളൊരു ഫ്രീഡം ഇല്ലായ്മ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ ചുമ്മാ പറഞ്ഞാലും ഇറ്റ്സ് എ മോസ്റ്റ് ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ചിലപ്പോൾ ഭയങ്കര ദേഷ്യവും അല്ലെങ്കിൽ ഒരു കെയോസിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ഇനി സംസാരിച്ചാൽ കൂടുതൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതൊരു മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനും നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി, ഇതായിരുന്നു എൻ്റെ അവസ്ഥ, ഹൗ ഡിഡ് യു ഫീൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ആ സിറ്റുവേഷൻ ദെൻ ആൻഡ് ദെയർ ക്ലിയർ ചെയ്യാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2, ഇൻഫിഡിലിറ്റി. വിശ്വാസവഞ്ചന ഒരു റിലേഷൻഷിപ്പിൻ്റെ ട്രസ്റ്റ് തന്നെ ഇല്ലാതാക്കും. ഇപ്പോൾ വിശ്വാസവഞ്ചന ആക്ച്വലി ഷാറ്റർ ദ ട്രസ്റ്റ് അല്ലെങ്കിൽ ഷാറ്റർ ദ റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിശ്വാസവഞ്ചന പലപ്പോഴും ഒരു ഇർറിപ്പയറബിൾ ആയിട്ടുള്ളൊരു ഡാമേജാണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ മാത്രമല്ല ഇത് ലീഡിങ് ടു ഫീലിങ്സ് ഓഫ് ബിട്രേയൽ ആൻഡ് റിസെൻമെൻറ്റ്. ഒരിക്കലും പിന്നെ നമുക്ക് അതിൽ നിന്ന് മാറാനോ ആ ട്രോമ മറ്റേത് ട്രോമയിനേക്കാളും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് പല ആളുകളിലും കാണപ്പെടാറുണ്ട്. പല സമയങ്ങൾ എടുത്താൽ പോലും അവർക്ക് പഴയതിലേക്ക് പോലെ തിരിച്ചു വരാനായിട്ട് ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് ദ അനദർ കോസ് ഓഫ് ഫെയിലിംഗ് മെനി റിലേഷൻഷിപ്സ്. നെക്സ്റ്റ് ഇസ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ട്രെസ്സും ഇസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂട്ടറാണ് വിവാഹ ബന്ധങ്ങൾ തകരാനായിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തകരാനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഡിസഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ പൈസയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, ഇതെല്ലാം പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദവും കോൺഫ്ലിക്റ്റുകളും കൊണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു സെനാരിയോ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ക്ലിനിക് സൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആരും തന്നെ ഫൈനാൻഷ്യൽ ഇടപാടുകളിൽ അല്ലെങ്കിൽ ഒട്ടും ഓപ്പൺ ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ
ഇപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലംസും അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസും അല്ലെങ്കിൽ നമ്മുടെ രീതിയും, നമ്മളൊരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നമ്മുടെ ഒരു പാർട്ട്ണറും കൂടി അത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ എത്ര സമ്പാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വരവ് ചെലവുകൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ്, എത്ര ഡെപ്റ്റ് നമുക്കുണ്ട്, അല്ലെങ്കിൽ എത്ര സേവിങ്സ് നമുക്കുണ്ട്, നമ്മൾ എങ്ങനെ ആ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. ഇതുപോലെ മ്യൂച്വലായിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുവരും, ഒരു പാർട്ട്ണറിന് ഫൈനാൻഷ്യൽ കാര്യങ്ങളായിട്ടുള്ള യാതൊരു തരത്തിലുള്ള അറിവുകളില്ലായിരിക്കും, ഒരാൾ മാത്രം ഈ ഒരു ബർഡൻ കൊണ്ടുപോവുകയും പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥ. വേറൊരു അവസ്ഥ നമ്മൾ കാണാറ്, രണ്ട് പാർട്ട്നേഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു പാർട്ട്ണറിൻ്റെ കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് വേറൊരു പാർട്ട്ണർ ആയിരിക്കും. അപ്പോൾ ആ സാലറി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കുന്നത് ഒന്നും നമുക്ക് തിരിച്ചറിയുന്നില്ല. ഒരു വലിയൊരു ഫൈറ്റിൻ്റെ ഇടയിലോ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇടയിലോ മാത്രമായിരിക്കാം ഇവരിത് തുറന്നു പറയുകയും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ സമ്പാദിച്ചത് മുഴുവനും ഇവരുടെ കയ്യിലാണ് കൊടുത്തത് എന്നുള്ളൊരു തരത്തിലേക്കുള്ള ഒരു കോൺവെർസേഷൻസിന് പോകുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് പലപ്പോഴും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കാത്തതുമായിട്ടുള്ള ഒരു കാരണം കൂടിയാണ്. ലാക്ക് ഓഫ് ഇൻറ്റിമസി, അതായത് ഫിസിക്കലിയും ഇമോഷണലിയും ഇൻറ്റിമസി കുറയുന്നതും കൂടി കൊണ്ടിട്ടാണ് പലപ്പോഴും ബന്ധങ്ങൾ തകരുന്നത് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പോയിന്റ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇതൊരു കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊരു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ബോർഡത്തിലേക്ക് പോവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇമോഷണൽ ഇൻറ്റിമസിയോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയോ കുറഞ്ഞു എന്നുള്ളതല്ല, നമുക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ ഇമോഷണൽ ഇൻറ്റിമസിയും ഫിസിക്കൽ ഇൻറ്റിമസിയും തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം. അടുത്തത് അൺറിസോൾവ്ഡ് കോൺഫ്ലിക്ട്സ്. പല റിലേഷൻഷിപ്പും തകരുന്നത് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൊണ്ടിട്ട് മാത്രമല്ല, പല പ്രശ്നങ്ങളും മുമ്പുണ്ടായത് സോൾവ് ചെയ്യാതെ പോയിട്ട് അത് അടിഞ്ഞുകൂടി പിന്നീട് ഒരു പ്രശ്നം വരുമ്പോൾ ഇതെല്ലാം കൂടി ഒരു ചീട്ടുകൊട്ടാരം തകർന്നതുപോലെ വരുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഡോക്ടർ ഷോ ജോൺസൺ, എ ലീഡിങ് എക്സ്പേർട്ട് ഇൻ കപ്പിൾ തെറപ്പി, പുള്ളി പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഓഫ് റിസോൾവിങ് കോൺഫ്ലിക്ട്സ്. എല്ലാ സമയത്തും എന്തൊക്കെ തരത്തിലുള്ള കോൺഫ്ലിക്ട്സിൽ ഉണ്ടായിക്കോട്ടെ, അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, എസ്പെഷ്യലി എമംഗ് പേരൻസ് അല്ലെങ്കിൽ കപ്പിൾസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലായിരിക്കുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു റിസോൾവ് ദെൻ ആൻഡ് ദെയർ എന്നുള്ളതാണ്. അന്ന് തന്നെ അത് പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ കെയോസ് ഒന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അത് ഇല്ലാതായി കഴിയുമ്പോൾ ഇത് തുറന്നു പറയുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തീർക്കാൻ പറ്റാത്ത ചില കോൺഫ്ലിക്ട്സുകൾ പിന്നീട് പല റിലേഷൻഷിപ്പിലും പല ഫ്രസ്ട്രേഷൻസ് ആയിട്ട് വരികയും അതൊരു ഓൺഗോയിങ് ടെൻഷനിലേക്കും ഒരു മാനസിക സമ്മർദ്ദത്തിലേക്കും നമ്മുടെ പാർട്ട്ണറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും കൊണ്ടെത്തിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് നമ്മൾ കൂട്ടിവെക്കാതെ അത് നമ്മുടെ പാർട്ട്ണറോട് തുറന്നു പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സബ്സ്റ്റൻസ് അബ്യൂസ്, നമുക്കറിയാം സബ്സ്റ്റൻസ് അബ്യൂസ് ക്യാൻ ലീഡ്സ് ടു ഇറാക്റ്റിക് ബിഹേവിയർ. അതൊരു ഫൈനാൻഷ്യൽ സ്ട്രെയിൻ കൊണ്ടുവരാം, ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ടാവാം, മാത്രമല്ല അത് സിവിയർലി നമ്മുടെ ഒരു മറൈറ്റൽ റിലേഷൻഷിപ്പിനെ ബാധിക്കാം. ഇത് തന്നെ നമ്മുടെ ഒരു ഇമോഷണൽ ഡിസ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇപ്പോൾ ആൽക്കഹോളിക് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം ഇതിൽ പെടുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ലൈഫ് ഗോൾസ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ ലൈഫ് ഗോൾസ് എന്താണ്, നമ്മുടെ വാല്യൂസ് എന്താണ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം എന്താണ്, ഇതെല്ലാം നമ്മുടെ പാർട്ട്ണറുമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ? നമ്മുടെ പാർട്ട്ണറിൻ്റെ ഗോൾസും വാല്യൂ സിസ്റ്റവും ബിലീഫ് സിസ്റ്റവും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് രണ്ടും മാച്ച് ആവുന്നില്ല എങ്കിൽ പലപ്പോഴും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവാറില്ല എന്നുള്ളതാണ് ഫാക്ട്. നെക്സ്റ്റ് ഇസ് പുവർ വർക്ക് ലൈഫ് ബാലൻസ്. നമുക്ക് നമ്മുടെ വർക്കും നമ്മുടെ ഫാമിലിയും ഇമ്പോർട്ടൻ്റ് ആണ്. എ ഇംബാലൻസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ്
ലീഡ്സ് ടു നെഗ്ലക്ട് ഓഫ് ദി റിലേഷൻഷിപ്പ്. പലപ്പോഴും നമ്മൾ വർക്കിനെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല പാർട്ട്നേഴ്സും പറയുന്നത് കേൾക്കാറുണ്ട്, ഞാൻ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്, നിനക്ക് എന്താ അത് മനസ്സിലാക്കിയ, കുട്ടികൾക്കും നിനക്കും വേണ്ടിയിട്ടല്ലേ എന്നുള്ളത്. ഭാര്യ നേരെ തിരിച്ചും പറയാറുണ്ട്, ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ഈ ഫാമിലി നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊരു ബാലൻസ് വേണം. നമ്മൾ എത്ര പണി ചെയ്താലും അല്ലെങ്കിൽ എത്ര ജോലി തിരക്കുള്ള ആളുകളാണെങ്കിലും നമ്മുടെ പാർട്ട്ണറിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടതായിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും തന്നെ നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ ഇത് ആ ഒരു പേഴ്സണെ ഇമോഷണൽ ഡിസ്റ്റൻസിലേക്കും അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുള്ളൊരു റിലേഷൻഷിപ്പിലൊരു ക്വാളിറ്റി ടൈം ഇല്ലാണ്ടാവുകയും നിങ്ങൾ തമ്മിലൊരു ഇൻറ്റിമസി കുറയാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ലാക്ക് ഓഫ് അപ്രിസിയേഷൻ. Research says that by Gray Chapman suggests that feeling appreciated is a vital for relationship satisfaction എന്നുള്ളതാണ്. പലപ്പോഴും കപ്പിൾസ് അവരുടെ ഫ്രണ്ട്സിനെയും ചുറ്റുമുള്ള ആളുകളെയും കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ പരസ്പരം അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് മറന്നു പോവാറുണ്ട്. ഒരുമിച്ചൊരു വ്യക്തിയുമായി ജീവിക്കുക എന്നുള്ളത് ചില സമയങ്ങളിലൊക്കെ കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ പരസ്പരം അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിലൂടെ, അവരുടെ പോസിറ്റീവ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ അവർ നമ്മൾ ആക്ച്വലി റീഇൻഫോഴ്സ് ചെയ്യുകയാണ് അത്തരം ബിഹേവിയർ വീണ്ടും കാണിക്കാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരാളെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിലൂടെ അവർക്കൊരു ഫുൾഫിൽമെൻറ്റ് തോന്നുകയും വീണ്ടും നമ്മളോട് കൂടുതൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പെരുമാറാനായിട്ട് അവർ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ലാക്ക് ഓഫ് അപ്രിസിയേഷൻ ക്യാൻ ലീഡ്സ് ടു റെസെൻമെൻറ്റ് ആൻഡ് ഫീലിംഗ് ഓഫ് ബീങ് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അല്ലെങ്കിൽ എന്നെ ഇദ്ദേഹത്തിനൊരു വിലയില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഇതിനൊരു വിലയില്ല, ഞാനിവിടെ ആരുമല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുന്ന അത് കാണാറുണ്ട്. അപ്പോൾ ലാക്ക് ഓഫ് അപ്രിസിയേഷൻ ആണ് വൺ ഓഫ് ദി അനദർ റീസൺ വൈ മെനി മാരേജസ് ഫെയിൽസ് എന്നുള്ളത്. നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ. എക്സസീവായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഇത് പല റിലേഷൻഷിപ്പിലും ഒരു ജലസി അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ഡിസ്ട്രസ്സിങ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. മറ്റൊരു റിലേഷൻഷിപ്പുമായി നമ്മുടെ റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാറില്ല എന്നുള്ളൊരു ധാരണയിൽ പല കോൺഫ്ലിക്റ്റുകളും സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത്. അത് അവരുടെ ഒരു 24/7 അവരങ്ങനെയല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും മറന്നു പോവാറുണ്ട്. അടുത്തത് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു പാർട്ട്ണറിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഡിസ്ട്രസ്സിങ്ങോ ഒന്നും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഇഫ് നോട്ട് അഡ്രസ്ഡ് ഇറ്റ് ക്യാൻ സ്ട്രെയിൻ ദി റിലേഷൻഷിപ്പ്. നമ്മുടെ ഒരു സ്റ്റിഗ്മയുടെ പേരിലോ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഞാനൊരാളെയും കാണില്ല അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കില്ല എന്ന് ബലം പിടിച്ച് നിൽക്കുന്ന രീതികളൊക്കെ പിന്നീട് റിലേഷൻഷിപ്പ് ഫെയിൽ ആവാനായിട്ടുള്ള വൺ ഓഫ് ദി റീസൺ ആണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങളുടെ പാർട്ട്ണറിനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് എ ക്രൂഷ്യൽ ഒരു ഏരിയ ആണ്. കാരണം അതവർക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. പക്ഷേ സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആർ ക്രൂഷ്യൽ ഫോർ മാനേജിങ് ദീസ് ഇഷ്യൂസ് വിത്തിൻ എ മാരേജ് എന്നുള്ളതാണ്. ഇത് കൂടാതെ കുറച്ച് റിസർച്ച് സ്റ്റഡീസ് പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പാർട്ട്നേഴ്സിൽ കണ്ടുവരുന്ന ലേസിനെസ് അല്ലെങ്കിൽ ഒരു അലസത, സസ്പീഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ, ഒരു സംശയം, ലാക്ക് ഓഫ് ട്രസ്റ്റ്, വിശ്വാസമില്ലായ്മ, ലാക്ക് ഓഫ് മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പരം ബഹുമാനിക്കാത്ത രീതിയിൽ, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് പലപ്പോഴും ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാതെ വരുന്ന ഒരു സമയത്തേക്ക് പോകുന്നത്. അൺനെസസറി ആർഗ്യുമെൻറ്റ്സ്, ചിലപ്പോൾ ചില ആവശ്യങ്ങളേ ഉണ്ടാവില്ല എങ്കിൽ പോലും ഫ്രണ്ട്സിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ മുമ്പിലും നമ്മുടെ പാർട്ട്ണറെ താഴ്ത്തി പറയുക, അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ജോക്സിലൂടെ ചില തമാശകളിലൂടെ നമ്മുടെ പാർട്ട്ണറെ
കളിയാക്കുക, ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ കീപ്പിംഗ് സീക്രറ്റ്സ് ഫ്രം ദ സ്പൗസ്, നമ്മുടെ പാർട്ട്ണറുമായിട്ട് ചില കാര്യങ്ങൾ തുറന്ന് പറയാതെ സീക്രട്ടായിട്ട് വയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലാക്ക് ഓഫ് സെക്സ് ഓർ എൻജോയബിൾ സെക്സ് പലപ്പോഴും നമ്മുടെ ഒരു പാർട്ട്ണറിനെ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി കാണിക്കാതിരിക്കുക, സ്പെൻഡിങ് ലെസ് ടൈം വിത്ത് യുവർ സ്പൗസ്, അല്ലെങ്കിൽ ബീയിങ് ടു ഇൻഡിപെൻഡൻറ്റ് മൈൻഡഡ്. അതായത് ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര എല്ലാ ഹാപ്പിനെസ്സും എല്ലാം നമ്മുടെ ഒരു പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഇത് അവരിലേക്ക് ഒരു ഇമോഷണൽ ബേർഡനും അല്ലെങ്കിൽ ഒരു ഭാരവുമായി തീരാനായിട്ട് സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ ചില പാർട്ട്ണർ ദേ ആർ ടു ഇൻഡിപെൻഡൻറ്റ് മൈൻഡഡ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ആളാവുന്നതിൽ തെറ്റില്ല, പക്ഷെ നമ്മുടെ പാർട്ട്ണറുമായിട്ട് തീരെ കണക്ഷൻ ഇല്ല, എനിക്ക് തോന്നുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിൽ പോകുമ്പോൾ അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറെ വളരെ ഭയങ്കര ഡീപ്പായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. റിലേറ്റിംഗ് മോർ വിത്ത് പാരൻസ്, അതായത് നമ്മുടെ പാരൻസിനെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും നമ്മുടെ പാർട്ട്ണറിനെ ഒറ്റപ്പെടുത്താതെ വേണം അത്തരം ഇഷ്യൂസ് നമ്മൾ അവരോട് അഡ്രസ്സ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് നശിക്കാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ. റിസർച്ചേഴ്സും അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ ജോൺ ഗോട്ട്മാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവയിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് കുറേയും കൂടി ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു നല്ല വിവാഹത്തേക്കാൾ മനോഹരവും ആകർഷകവുമായ ഒരു ബന്ധവും ഈ ലോകത്തില്ല എന്നുള്ളതാണ്. എന്നാൽ വിവാഹബന്ധം തകരാതെ ഒരു പ്രഷ്യസായി അല്ലെങ്കിൽ പവിത്രമായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ എഫേർട്ടുള്ള ഒരു കാര്യമാണ്. അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. ടേക്ക് കെയർ.